കഴിഞ്ഞ മാസം നോമ്പ് കാലമായിരുന്നു. ഈ മാസം തെരഞ്ഞെടുപ്പ് കാലമാണ്. നോമ്പ് കാലത്ത് നാം ദൈവിക നിയമങ്ങളോട് കട്ട സപ്പോർട്ടായിരുന്നു. അതേസമയം ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ഉരുൾപൊട്ടലിൽ എല്ലാം ഒലിച്ചു പോകുന്നത് പോലെ നമ്മുടെ തഖ്വയും നമ്മുടെ സൂക്ഷ്മതയും നമ്മുടെ ദൈവബോധവും ഒക്കെ ഇങ്ങനെ ഒലിച്ചു പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കുറേ ആളുകളെ സംബന്ധിച്ചിടത്തോളം തെരഞ്ഞെടുപ്പ് കാലത്ത് എന്തുമാകാം. നോമ്പ് കാലത്ത് അങ്ങനെയൊന്നും ആകാൻ പറ്റില്ല. തെരഞ്ഞെടുപ്പ് കാലത്ത് നമുക്ക് എന്തുമാകാം, എങ്ങനെയുമാകാം. എന്ത് നെറികെട്ട വർത്തമാനവും എതിരാളിയെ തോൽപ്പിക്കാൻ വേണ്ടി, എതിർ സ്ഥാനാർത്ഥിയെ തോൽപ്പിക്കാൻ വേണ്ടി നമുക്ക് പറയാം. ആ പറഞ്ഞതിനെ നമുക്ക് ന്യായീകരിക്കാം. അവിടെ നമ്മൾ ഈ പറയുന്ന ഒരു സൂക്ഷ്മതയും നമ്മൾ പാലിക്കാറില്ല. അത് നമ്മുടെ മതസൗഹാർദ്ദത്തെ നെഗറ്റീവായിട്ട് ബാധിക്കുമോ എന്നൊന്നും നമുക്കറിയേണ്ടതില്ല. അത് നമ്മുടെ സെക്യുലർ ഫാബ്രിക്കിനെ തകരാറിലാക്കുമോ എന്നൊന്നും നമുക്കറിയേണ്ടതില്ല. ആകെ നമുക്ക് ഒറ്റ ലക്ഷ്യമുള്ളൂ, എന്ത് ചെയ്തിട്ടാണെങ്കിലും നമ്മുടെ സ്ഥാനാർത്ഥി ജയിക്കണം, അത്രമാത്രമേ ഉള്ളൂ. അതിനപ്പുറം ഇവിടുത്തെ മതസൗഹാർദ്ദത്തിന് എന്ത് സംഭവിക്കുന്നു, സോഷ്യൽ ഫാബ്രിക്കിന് എന്ത് സംഭവിക്കുന്നു, സെക്യുലർ ഫാബ്രിക്കിന് എന്ത് സംഭവിക്കുന്നു എന്നതൊന്നും നമ്മെ അലട്ടുന്ന പ്രശ്നമില്ല. സാധാരണ നമ്മൾ പറയാറില്ലേ, അബ്ദുറഹ്മാൻ എന്ത് അമാവാസി എന്ന് ചോദിച്ച പോലെ തെരഞ്ഞെടുപ്പ് കാലത്താണോ തഖ്വ എന്നാണ് നമ്മുടെ ചിന്ത.